പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ നൽകാത്തതിന് സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചതിൽ ശക്തമായ പ്രതിഷേധമെന്ന പി സുമോദ് MLA. പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ ഉണ്ടാകില്ല എന്ന് കരാർ കമ്പനി അറിയിച്ചതാണ്. എന്നിട്ടും വക്കീൽ നോട്ടീസ് അയച്ച നടപടി തിരുത്തണമെന്ന് MLA ആവശ്യപ്പെട്ടു. പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് ഭീമമായ പിഴ ഇപ്പോൾ കരാർ കമ്പനിയുടെ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ പിഴ ഉൾപ്പെടെ 75,000 മുതൽ 4 ലക്ഷം വരെയുള്ള തുകയാണ് മുന്നറിയിപ്പില്ലാതെ കരാർ കമ്പനിയുടെ വക്കീൽ നോട്ടീസിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ഇതൊരു ലംഘനമാണ്. നേരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്ന് തീരുമാനിച്ച സൗജന്യമായി സ്കൂൾ കുട്ടികൾക്ക് അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ടോൾ പ്ലാസയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്ന കരാറിൻ്റെ ലംഘനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനിടെ സ്കൂൾ വാഹനോടമകൾ ടോൾ പ്ലാസയിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. നിഖിൽ പ്രമേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് തികച്ചും വിചിത്രമായ ഒരു വക്കീൽ നോട്ടീസ് ഈ ടോൾ പ്ലാസ വഴി കടന്നു പോകുന്ന ഏതാണ്ട് 30ഓളം സ്കൂൾ ബസ് ഉടമകൾക്ക് ലഭിച്ചത്. കത്തിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്. അതായത് 2022 മുതൽ ഈ 2024 വരെ ഇതിലൂടെ കടന്നുപോയത് ബസ്സുകൾ അനധികൃതമായാണ്. അതുകൊണ്ട് തന്നെ ഈ അനധികൃതമായി കടന്നുപോയതിന്റെ തുകയും പലിശയും ചേർത്ത് ലക്ഷങ്ങൾ, അതായത് ഓരോരുത്തർക്കും 1.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഈ പിഴ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ഇത്രയും തുക തിരികെ അടയ്ക്കണമെന്നുള്ളൊരു നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്മേലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടോൾ പിരിവ് ആരംഭിച്ച ദിവസം മുതലുള്ള ടോളും അതിന്റെ പലിശയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സംഭവത്തിൽ കരാർ കമ്പനി അധികൃതരുമായി അടുത്ത ദിവസം തന്നെ ചർച്ച നടത്തുമെന്ന് സ്ഥലം MLA പി സുമോദ് അറിയിക്കുകയാണ്. ഈ നടപടി തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ ബസ് ഉടമകളുടെ കൂടി സാന്നിധ്യത്തിൽ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിൽ വക്കീൽ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. പ്രദേശത്തെ സ്കൂൾ വാഹന ഉടമകൾക്ക് കുടിശ്ശിക വരുത്തിയ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം. 4.5 ലക്ഷം രൂപ വരെ ചില വാഹന ഉടമകൾക്ക് പിഴ ചുമത്തിയതായാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ടോൾ പ്ലാസ കമ്പനിയുടെ നടപടിക്കെതിരെയാണ് ഈ വാഹന ഉടമകൾ നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചത്. ജനകീയ വേദിയുടെ പ്രവർത്തകരും പ്രതിഷേധ സമരവുമായി സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ടോൾ കമ്പനിയുടെ തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധം കാണേണ്ടി വരുമെന്നാണ് ഈ ജനകീയ വേദി അറിയിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.